അവിടെ കിടക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മളാ ഇരിക്കാൻ കിട്ടിയ ആ സ്ഥലം അത് ബഹുമാനത്തോടെ എന്ന് പറയാൻ ഇവിടെ ചെറിയൊരു സൂചനയാണ് ഒരാൾക്ക് കൊടുത്തു. അത് മൈൻഡ് ചെയ്തില്ല, എനിക്ക് വേദനിച്ചു. അതുകൊണ്ട് നമ്മൾ ഒരു ജിജ്ഞാസയോടുകൂടെ നമ്മൾ ഇവിടെ ഒരാൾ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നത് ജിജ്ഞാസയോടുകൂടെ നിങ്ങൾ കേട്ടിരുന്നില്ലെങ്കിൽ ഈ പറയാൻ വരുന്ന ഞങ്ങൾ എന്തിനു വന്നു, ഞങ്ങൾ ആരായിരിക്കും? അവിടെ ഇങ്ങനെ കാലുമാറ്റി വളരെ ലാഘവത്തോടെ തന്നെ ഇരുന്നാൽ ഒരാളത് ചെയ്തപ്പോൾ ഞാൻ ഒരു സൂചന, ഒരു സംഖ്യ കാണിച്ചു, അത് അനുസരിച്ചില്ല എന്ന് മാത്രമല്ല അതിന്റെ പത്രകാലത്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു നിരാശ തോന്നുക, പുതിയ ജനറേഷൻ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അങ്ങനെ തോന്നല് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഉണ്ടാക്കരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഇനി മുതൽ നിങ്ങളാണ് ഞങ്ങളുടെ ഭാവി. ഞങ്ങളുടെ ഭാവി നിയന്ത്രിക്കേണ്ട മഹാശക്തികളായ നിങ്ങളെ പോലെയുള്ള ആളുകൾ ആദ്യമായിട്ട് മനുഷ്യരെ പഠിക്കാൻ ശ്രമിക്കുക, മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ പഠിക്കുക. ആ ഒരു ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ഞങ്ങൾ ആരാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാം, എനിക്ക് എന്തൊക്കെ ചെയ്തുകൂടാ. നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല ലോകത്തിൽ. ഒരാൾ വിചാരിച്ചാൽ നമ്മൾക്ക്, ഞാനൊക്കെ നിങ്ങളുടെ ഈ ചെറുപ്രായത്തിൽ മരത്തിന്റെ മുകളിൽ കയറും. 12ാമത്തെ വയസ്സിൽ 12 കോലൊരു കിണർ കുത്തിയാണ്. അതെന്താണ്? എന്റെ ശക്തിയാണ്. ആ ശക്തി ഞാൻ തെളിയിച്ചതാണ്. അതേപോലെ ഈ കവുങ്ങിന്റെ മുകളിൽ ഇരുന്ന് ആടി 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 മറ്റൊരു കവുങ്ങിന്റെ മുകളിലേക്ക് ചാടും. അതെന്റെ ശക്തിയായിരുന്നു, എന്റെ പ്രവർത്തനമായിരുന്നു, അതെന്റെ നിരീക്ഷണമായിരുന്നു. അതാണ് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഇപ്പോഴേ പല വീടുകളും, ഇപ്പൊ എന്റെ വീട്ടിൽ പോയി എന്റെ മരുമകളൊക്കെ പറയും, മരത്ത് കയറട്ടെ. ഞാൻ പറയും മരത്ത് കയറരുത്. ഇപ്പൊ ഞങ്ങളുടെ മുൻപിലുള്ള ചെറിയ കുട്ടികൾ 1.5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവനങ്ങനെ കയറ്റിയിട്ട് അതിനെ അവിടെ വീട്ടിലിറക്കണം. അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. കാരണം ഒരു പക്ഷേ ഞാൻ ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ ഞങ്ങളുടെ ഈ പുതിയ ജനറേഷന്റെ കാലങ്ങൾ കഴിഞ്ഞാൽ, ഒരുപാട് കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ ഇവ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ കയറേണ്ടി വരും. അവനത് പഠിക്കട്ടെ. ഇപ്പൊ എത്ര എന്റെ ആ വിശ്വാസം എത്ര ശരിയായി. ഇപ്പൊ നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ആയി, അതിന്റെ മുകളിൽ കയറാൻ മനുഷ്യരായി അല്ലേ? അപ്പോൾ അന്ന് ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചിട്ടുള്ള ഒരു ഇതാണ്. ഞാനും എൻ്റെ ഒരു സഹോദരി ആയിട്ടുള്ള ജ്യേഷ്ഠത്തിന്റെ കല്യാണം കഴിച്ചിട്ടുള്ള ഭർത്താവിന്റെ ഒരു മകളുണ്ടായിരുന്നു, ഖദീജ. ഞങ്ങൾ രണ്ടുപേരുമാണ് കാറ് കിണറുത്തിയത്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ കവുങ്ങിന്റെ മുകളിൽ ഇരുന്ന് ആടി 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 മറ്റതിന്റെ മുകളിലേക്ക് ചാടും. പരീക്ഷണമായിരുന്നു. ചിലപ്പോ വീഴും, ചിലപ്പോ കയ്യൊടിയും. ഇതൊക്കെ സംഭവിക്കും. നമ്മുടെ കുട്ടികളെ വീഴാൻ കയ്യൊടിയണം, എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ ഡോക്ടർമാർ വെറുതെ ഇരിക്കട്ടെ. അപ്പൊ ഇതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാലേ നമ്മൾ മനുഷ്യനാകും. നമ്മളുടെ അന്വേഷണമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അന്വേഷിക്കുകയാണ്. എന്താണ് ലോകം, എന്തായിരുന്നു ഈ ലോകം, എവിടെ ചെന്ന് അവസാനിക്കണം ഈ ലോകം, ഞങ്ങളുടെ കൈപിടിയിൽ ഞങ്ങൾ ഒതുക്കണം എന്നുള്ള ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും ഒരു വ്യത്യാസമല്ല, അതിന് ഹിന്ദു എന്നോ ക്രിസ്ത്യനെന്നോ മുസൽമാനെന്നോ ഒരു വ്യത്യാസമല്ല. എല്ലാം മനുഷ്യരാണ്. നമ്മൾ മനുഷ്യർ മാത്രമാണ്. ഈ മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നിന്റെയോ പേര് നമ്മൾ അടിക്കാൻ നടക്കില്ല. കാരണം മനുഷ്യനാണ് നമ്മൾ. മനുഷ്യനായി ജീവിക്കാം. മനുഷ്യനോടുള്ള പ്രവർത്തനം നമ്മൾ എന്തായിരിക്കണം, അതാണ് നാം ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ഒരു മരത്ത് കയറിയിട്ട് നമ്മൾ അവിടുന്ന് ഒരു പക്ഷേ വീഴാണെങ്കിൽ നമ്മൾ 4 കാലം വീഴാൻ പറ്റും. കയറി പഠിച്ചാൽ വീഴുന്നോ എന്ന് തോന്നിയാൽ നമ്മൾ 4 കാലം വീഴും. അപ്പൊ നമുക്ക് കൈകാലം കൂടിയില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും വയ്ക്കുമ്പോൾ, നമ്മളൊരു അക്ഷരം എഴുതുമ്പോൾ ആ അക്ഷരത്തിന്റെ ഈ ഭാഗത്ത് എന്ത് എഴുതണം, ആരെപ്പറ്റി എഴുതണം, എന്തായിരിക്കണം ഈ നമ്മളുടെ ഭാവി, അതാദ്യം ചിന്തിക്കണം ഒരു എഴുത്തുകാരൻ. ഇപ്പൊ പല എഴുത്തുകാരും അങ്ങനെ തന്നെയാണ് ജനിച്ചിട്ടുള്ളത്. ഓരോ ആളുകളും വായിച്ചു കൂട്ടിയിട്ട് അതിങ്ങനെ ചുരുട്ടി മടക്കി എറിയും. പക്ഷേ അവർ ചിന്തിക്കും, അതിലെന്തെങ്കിലും ഒരു മിത്ത് ഉണ്ടാവില്ലേ, അവരതെടുക്കും, എടുത്ത് രണ്ടാമത് വായിക്കും, ഉണ്ടാവും അതിലൊരു മിത്ത്. ആ എഴുതിയിട്ട് വലിച്ചെറിഞ്ഞതിൽ ഒരു മിത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൂലങ്കുഷമായി നമ്മളുടെ ജീവിതത്തെ പറ്റി, നമ്മൾ ഒരു മനുഷ്യനെ പറ്റി ചിന്തിച്ചാൽ മതി. ഒരു മനുഷ്യന്റെ രൂപം, ആ രൂപത്തിൽ എന്തൊക്കെ സൃഷ്ടി. നമ്മൾ പല മനുഷ്യരെ നടക്കുമ്പോൾ പല രീതിയിലാണ് നമ്മൾ കൈവീശുന്നത്,
നമ്മളുടെ ചലനങ്ങൾ, നമ്മളുടെ ഭാവങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. നമ്മൾ എന്താണ്, നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിൽ അച്ഛനമ്മമാർ കൈകടത്തേണ്ട ആവശ്യമില്ല. ഒരു പരിധി വരെ അവർക്ക് നിയന്ത്രിക്കാം. അത് നമ്മൾ വഴി തെറ്റുന്നു എന്ന് തോന്നുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. അവർക്ക് അതിന് അവകാശമുണ്ട്. ആ അവകാശത്തെ നമ്മൾ അവഗണിച്ചുകൊണ്ടായിരിക്കരുത് നമ്മളുടെ ഓരോ മുന്നോട്ടുള്ള കുതിപ്പും. അപ്പോൾ ഒരു എഴുത്തുകാരൻ അത് ഒരാളുടെ പുസ്തകയല്ല, ഒരു എഴുത്തുകാരൻ ആളുടെ പുസ്തകയല്ല, ഒരു പാട്ടുകാരി അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ ആരുടെയും പുസ്തകയല്ല. എല്ലാവർക്കും സാധിക്കുന്നതാണ്. നമ്മൾ പാടാൻ കഴിയാത്ത ഒരാളും നമ്മൾ എന്തെങ്കിലും ഒരു മൂളിപ്പാട്ടെങ്കിലും പാടില്ല, നമ്മൾ പാത്രം കേൾക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളൊന്ന് എടുത്തു വെക്കുകയുള്ളൂ. അത് നമ്മളുടെ ആ മനസ്സാണ്. ആ മനസ്സ് നമ്മൾ എങ്ങനെയാണ് അപ്പോൾ നമ്മളുടെ ഭാവനയിലുള്ളത്. ആ മനസ്സിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ ഓരോ വാക്കുകളും ഓരോ ചലനങ്ങളും. ഈ ചലനങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലേക്ക് വരുമ്പോൾ ആ ചലനങ്ങൾ അവിടെ എഴുതി വയ്ക്കുക. ആ എഴുതി വെച്ചാൽ നമുക്ക് പിന്നൊരു പ്രാവശ്യത്തേക്ക് നമുക്ക് പിന്നെ എവിടെയെങ്കിലും ചേർക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിന്താശക്തിയാണ് നമ്മൾക്ക് വേണ്ടത്. മസ്തിഷ്കം അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ദുരുദ്ദേശപരമായിട്ടോ അല്ലെങ്കിൽ തെറ്റായ നിലയിലേക്കോ പോകാൻ ഒരു കള്ളനാവണം എന്നുള്ള ബോധത്തിലല്ല ആയിരിക്കരുത്. ഇന്നലെ ഒരു കള്ളനെ പിടിച്ചു നോക്കുമ്പോൾ എന്തോ ഒരു നാശാണ് അത്രയായത്. അദ്ദേഹത്തിന്റെ മനസ്സ് പോയ പോക്ക്. നല്ല ഗംഭീരമായിട്ടുള്ള മാഷ്, ആ മാഷ് തനി കള്ളനായിരുന്നു എന്നറിഞ്ഞപ്പോൾ പിടിച്ചു പറിക്കുന്നു. അദ്ദേഹം മുഖത്തടിക്കുന്നു, പലതും ചെയ്തുകൊണ്ട് അയാൾ അതൊരു കലയാണ്. സത്യത്തില് കളവ് ഒരു കലയാണ്. ആ കലയാണ് അയാൾ സ്വീകരിക്കുന്നത്. പക്ഷെ അയാൾ മാന്യനായ മനുഷ്യനാണ്, വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു മാഷാണ് എന്നുള്ള ബോധം അയാളിൽ നിന്ന് പോയി. അതെന്താണ്? അത്യാഗ്രഹം. അയാൾക്ക് ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ച് കൂട്ടണമെങ്കിൽ കട്ടിട്ടാണെങ്കിലും ഞാൻ ചെയ്യുന്നത്. അതല്ല ശരി. നമ്മൾക്ക് മാന്യമായി അധ്വാനിച്ചുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളുടെ എഴുതുന്ന ഓരോ വാക്കിലും ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തറക്കണം. അത് നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങൾ വിദ്യാസമ്പന്നരായ വ്യക്തികളാണ്. ഞാൻ വെറും 5ാം തരക്കാരിയാണ്. ഞാൻ വെറും 5ാം തരം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഈ 5ാം തരത്തിൽ പഠിച്ചത് ഈ ഞാനാണ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു നിലമ്പൂരാഴ്ചയായി മാറിയത്. അത് എന്തുകൊണ്ടാണ്? അതെന്റെ മനസ്സിന്റെ ശക്തിയാണ്. എന്റെ ശരീരം ഞാൻ അടിച്ച് അടിയും ഇടിയും വെടിയും ഒക്കെ കൊണ്ടിട്ടും ഞാൻ വിചാരിച്ച അത് അതേപോലെ കൊണ്ടു പോകാനുള്ള ആ ഒരു ചങ്കൂറ്റം, ആ ഒരു സ്റ്റാമിന ഞാൻ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സംസാരിക്കാൻ ധൈര്യം കഴിയുന്നത്. അല്ലെങ്കിൽ ഈ 5ാം തരക്കാരി എന്താ നിങ്ങളോട് സംസാരിക്കാൻ? നിങ്ങൾ ഇംഗ്ലീഷിലൊരു വാക്ക് പറയാൻ ഞാൻ കഷ്ണം കഴിയും ഇല്ലേ? അതിന് കഴിയില്ലല്ലോ. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ അതിനപ്പുറം എനിക്ക് പറയാനുള്ള വാക്കിൻ്റെ എടുത്തിട്ടോ. അത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചുണ്ടാക്കിയതാണ്. കാരണം നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ അറിയും അവൻ ആരായിരിക്കും, അവന് എങ്ങനെയായിരിക്കും അവന്റെ പോക്ക്. അത് നമ്മൾക്ക് അറിയാൻ കഴിയും. നമ്മൾ നിഷേധികളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. നിഷേധികളായ മനുഷ്യരെ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. അവരുടെ ആ മനസ്സിലുള്ള ആ നിഷേധമായിരിക്കും അവർ എഴുതുന്ന ഒരു വാക്കിലും കൂടെ. അപ്പോൾ അതല്ല നമ്മൾ വേണ്ടത്. സ്നേഹവും സന്തോഷവും സംതൃപ്തിയും ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ എഴുതണമെങ്കിൽ നമ്മുടെ മനസ്സാണ്, നമ്മളെ മാറ്റി വയ്ക്കുന്ന മനസ്സാണ് നമ്മളുടെ കൈപ്പിടികളിൽ ഒതുക്കി നമ്മൾക്ക് അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ കുട്ടിയെന്നോ വലിയ ആണെന്നോ ഒന്നുമില്ല. ആർക്കും എപ്പോഴും എഴുതാൻ കഴിയണം. എപ്പോഴും കലയിലൂടെയും സംസ്കാരത്തിലൂടെയും നമ്മൾ വളരാൻ കഴിയണം. ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അറിയപ്പെടും. ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാലും ലോകം മുഴുവൻ അറിയപ്പെടും. അതാണ് നമ്മളുടെ വലിയ വലിയ എഴുത്തുകാരുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളുടെ എഴുത്തുകാരിൽ പാടുന്നവരുണ്ടായിരുന്നു, എഴുതുന്നവരുണ്ടായിരുന്നു. അവരുടെ പാട്ടിലുണ്ടാവും ഭയങ്കരമായ ശക്തമായ ആ ഒരു വാക്കുകൾ. ഇപ്പം നമ്മുടെ ഈ കാര്യം തന്നെ ആദ്യമായിട്ട് ഇവിടെ ഒരു നാടകം എഴുതുമ്പോൾ ഇതേപോലെ കുറെ ആളുകളെയൊക്കെ വിളിച്ചു ചേർത്ത് ഈ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ നമ്മളുടെ നാട് വിദ്യാഭ്യാസമില്ലാത്ത നാടാണ്, നമ്മൾക്ക് സംസ്കാരമില്ലാത്ത നാടാണ്. നമ്മൾ എന്ത് ചെയ്യണം സംസ്കാരം ഉണ്ടാകാൻ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് പറയുകയാണ് നമ്മൾക്കൊരു നാടകത്തിലൂടെ ചെയ്താലോ. അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാനൊരു നാടകം എഴുതാം.
ഉടനെ വിരുദ്ധനായ ഒരാൾ എഴുന്നേറ്റ് പറയുകയാണ്, ഈ നാട് നന്നാകലിന്റെ ഉപയോഗിച്ച് അതിന് മനസ്സിലാക്കാൻ നോക്കുക. EKM പറഞ്ഞു, എന്റെ നാടകത്തിന്റെ പേര് ഇച്ച് നല്ലൊരു മനുഷ്യരാക്കാൻ. അങ്ങനെയാണ് ഇച്ച് നല്ലൊരു മനുഷ്യരാക്കാൻ നോക്കിയെന്ന് നാടകം ഉടലെടുക്കുന്നതും ഒരുപാട് ആളുകളെ വിളിച്ചു ചേർത്തിട്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം മുതൽ അതിനുള്ള അഹോരാത്രം പ്രവർത്തനത്തിന്റെ ഫലമായി അവർ ആ നാടകം 15 നാടകം പുരുഷന്മാർ മാത്രം വേഷം കെട്ടിയായി. 15 നാടകം കഴിഞ്ഞ് 16ാമത്തെ നാടകം പെരിന്തൽമണ്ണ കഴിക്കുമ്പോൾ EMS നമ്പൂതിരിപ്പാട്, ഉളപ്പമണ്ണ, FPR ഗോപാലൻ, ഇപ്പിച്ചി ബാബ എന്നിങ്ങനെയുള്ള സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ പറഞ്ഞു, ഇതിൽ 2 പെൺകുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പോൾ വളരെ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ നിലമ്പൂർ ബാലൻ ഇതിലേക്ക് വരികയും ഒരു പെൺകുട്ടിയെ കിട്ടി. രണ്ടാമതൊരു പെൺകുട്ടിയെ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഒരു സാധ്യതയുമില്ല. എവിടേക്കോ പോയിട്ട് ഒരു സ്ത്രീകളെ കിട്ടാതെ ഈ നാടകം കളിക്കാൻ കഴിയാതെ കിസാൻ സമ്മേളനങ്ങളൊക്കെ കളിക്കേണ്ട നാടകം ഇവര് കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ എന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ ഗ്രാമഫോൺ റെക്കോർഡിലുള്ള ഒരു പാട്ട് ഇങ്ങനെ പാടും. അത് ഞാൻ ജനിച്ചത് പറഞ്ഞൊരു റിച്ച് ഫാമിലിയിലായിരുന്നു. ആ റിച്ച് ഫാമിലി കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പാപ്പരായി. അതിന്റെ മുൻപ് ഞങ്ങൾക്ക് ഒരുപാട് സർവൻസ് ഉണ്ടായിരുന്നു. ഹരിജൻസ് 60 ആളുകൾ. വീട്ടിന്റെ അടുത്ത പണി എടുക്കാൻ 3 സ്ത്രീകൾ, പുറംപണി എടുക്കാൻ 3 സ്ത്രീകൾ, പിന്നെ വേറെ കുറെ ആളുകൾ, അരക്കാനൊരു ഡോവി, എഴുതാനൊരു മേനോൻ, ഇങ്ങനെയുള്ള സർവൻസ് ഉള്ള നാട്ടിൽ ജനിച്ച ബാപ്പയുടെ മരണത്തോടുകൂടെ പാപ്പരായിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഈ നാടകം നടക്കുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ കാലിനൊരു വേദനയാണ്. ഈ വേദന സഹിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ, അപ്പൊ ഞങ്ങളുടെ ബാപ്പ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മക്ക് ഗ്രാമഫോൺ ഉണ്ടായിരുന്നു, അതിലുള്ള പാട്ടുകൾ ഞങ്ങൾക്കറിയാം. അതേപോലെ തന്നെ എല്ലാ ആളുകളുടെ കലയും നമ്മളുടെ വീടിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ കലാപരമായിട്ടുള്ള ആ ഒരു ഹരിജൻസിന്റെ നാടൻ പാട്ടുകളും അവരുടെ കളികളും കാളകളികളും ഈ കാളകളിയുടെ പിന്നാലെയൊക്കെ ഒരുപാട് പോകും. അപ്പൊ ചെറുപ്പം മുതൽ നമ്മൾക്ക് വരുന്നതാണത്. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് കാല് വേദന സഹിക്കാതെ മേശപ്പുറത്തേക്ക് കാലിനെ കയറ്റി വെച്ചിട്ട് ഞാൻ അങ്ങനെ പാടുക, തുകരാക്കി മുझे जाने वाले दूने अरमानों की दुनिया लूटी मुस्कुराने भी न पाई दीद मन्ना लूटी हाय दुनिया लूटी ओ जाने കാണിച്ച് അഭിനയിച്ച് പാടുക. അത് ഇതിന്റെ വേർഡ്സൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ പാടിയപ്പോ EKM വന്നിട്ട് കയ്യടിക്കുക, എന്തുകൊണ്ട് ഇവിടെ നാടകത്തിന്റെ അടുത്തുണ്ടാകുന്നു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്. എന്റെ ഉമ്മ പറഞ്ഞു വേണ്ട, ബ്രഷ് കൽപ്പിക്കും, നമുക്ക് പാടില്ല. ഞാൻ പറഞ്ഞു രക്ഷിക്കാൻ കഴിയാത്ത ഒരു മതസ്ഥരും നമ്മളെ ശിക്ഷിക്കട്ട. അങ്ങനെ പറയാൻ തോന്നിയത് എല്ലാ നിലത്തും എൻ്റെ ബാപ്പ എല്ലാ മനുഷ്യരെ സഹായിച്ചിരുന്ന ഒരു ദയാനിധിയായ ഒരു ബാപ്പയായിരുന്നു. ഞങ്ങളുടെ ബാപ്പ മരിച്ചതോടുകൂടെ ഞങ്ങൾ തിരിഞ്ഞു നോക്കാൻ ആളില്ല. ഞങ്ങൾ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വന്നു. ഞങ്ങളുടെ മുതലൊക്കെ ആട്ടി എല്ലാം അടിച്ച് മറിച്ച് ആരൊക്കെ കൊണ്ടുപോയി നിയന്ത്രിക്കാൻ കഴിയാത്ത, ഒന്നും അറിയാത്ത, ഈ ഗ്രാമഫോൺ പാടിപ്പിച്ചിരിക്കാൻ മാത്രം അറിയുന്ന ഒരു ഉമ്മ. അങ്ങനെയുള്ള കഴിവില്ലായ്മ കൊണ്ട് എല്ലാവരും അടിച്ചു മാറ്റിയിരുന്നു. ഈ വാക്ക് കേട്ടപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു ശരി. അങ്ങനെയാണ് ഞാൻ നാടകനടിയായി വരുന്നത്. ഈ നാടകനടിയായി വരുമ്പോൾ അന്ന് ഉസ്മാൻ ഡോക്ടർ കേട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ നമ്മൾക്ക് നല്ലൊരു നായികയാകണം, അതിന് വേണ്ട ശ്രമങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാത്രി 10:30 മണിക്ക് ശേഷം ഞങ്ങൾ റിഹേഴ്സലിന് പോകും. അന്ന് ചട്ടാലക്കുത്ത് ഒരു ഇരുട്ട പ്രദേശമാണ്. ആ കാട്ടിലൂടെ പോയി ബാലന്റെ വീട്ടിൽ കയറി അവിടുന്ന് റിഹേഴ്സലെടുത്ത് തിരിച്ചു പോരുന്നത് 3:30 മണിക്ക്. അങ്ങനെ 8 ദിവസം കൊണ്ട് റിഹേഴ്സൽ എടുത്ത് നാടകം പഠിക്കുകയും 10ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഫറൂഖിൽ ഒരു നാടകം, ഒരു കൊട്ടയുണ്ടായിരുന്നു. ആ കൊട്ടകയിൽ ഒരു നാടകം കളിക്കാൻ ഒരു ചാൻസ് കിട്ടി. അതിന്റെ തലേ ദിവസം ഒരു പത്രത്തിലൊരു വാർത്ത, ഏറനാടിന്റെ ഭീമാനിൽ നിന്നും ഒരു അനാഘാത പുഷ്പം ആയിഷ എന്ന പെൺകുട്ടി നാടകത്തിലേക്ക്. ജനങ്ങളാകെ അമ്പരന്നു. ഈ ഏറനാടിൽ നിന്ന് ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെണ്ണ നാടകത്തിലോ? എല്ലാവരും ഭയങ്കരമായ
പിന്നെ പ്രതീക്ഷയോടുകൂടി ആരാണിതെന്ന് അറിയാൻ കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ നാടകത്തിന് അവിടെ പോവുകയും ഇവരെല്ലാ ആളുകളെ ഇവിടുന്ന് ഫോളോ ചെയ്യാണ്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ മനുഷ്യ മഹാസമുദ്രമാണ്. എങ്ങനെ ഇറങ്ങണമെന്ന് അറിയുന്നില്ല. അപ്പോൾ ചുവപ്പ് വളണ്ടിയേഴ്സ് കൈ കൊടുത്ത് പിടിച്ചുകൊണ്ടാണ് എന്നെ ആ സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറ്റി. ഞാൻ ചെല്ലുമ്പോൾ അവിടെ MT വാസുദേവൻ നാരായണൻ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പയ്യൻ അന്ന് അവിടെ മാതൃഭൂമിയിലേക്ക് ജോലിയായിട്ട് വന്നിട്ടുണ്ട്. നിലമ്പൂർ ബാലൻ പറഞ്ഞു അതാണ് MT വാസുദേവൻ എന്ന് പറയുന്ന മഹാൻ. ഒരു ചെറിയ കുട്ടിയാണ്, തല വലുതാണ്. പരിചയപ്പെടാൻ നിന്നപ്പോൾ പറഞ്ഞ് അവിടെ നിൽക്കട്ടെ, നാടകം കഴിയട്ടെ. അങ്ങനെ ഞാൻ ആ നാടകത്തിൽ കയറി. ആ നാടകം കഴിഞ്ഞപ്പോൾ ഈ അടിക്കാനും കുത്താനും ചവിട്ടാനും വന്ന മനുഷ്യരൊക്കെ ഞങ്ങളുടെ കൂടെ. എല്ലാ മനുഷ്യരും ഈ നാടകത്തിനെ വരവേൽക്കുകയും വളരെയധികം പ്രത്യാശയോടുകൂടെ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം കോട്ടക്കൽ നാടകം, അതിന്റെ പിറ്റേ ദിവസം തലശ്ശേരി നാടകം. നാടകത്തിന്റെ ചൈത്ര യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ വരുന്നു ചീറിപ്പാതി എന്റെ നെറ്റിയിലേക്ക് തന്നെ. മുസ്ലിം വനിത നാടകത്തിലേക്കല്ല നരകത്തിലേക്കാണ് പറയുന്നത്. അപ്പോൾ എന്നിൽ അർപ്പിച്ച ആ കഥാപാത്രത്തെ ഞാൻ അഭിനയിച്ചുകൊണ്ട് തന്നെ ആ നെറ്റിയിൽ നിന്ന് ചോര എന്റെ വായിലൂടെ